പോലെയല്ലേ. ഹലോ ജെജി ഡോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസിലുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ പോകുവാൻ പോകുന്നത് കാർല കേവ്സിലേക്കാണ്. അപ്പോൾ ഇത് ലോണാവലയ്ക്ക് അടുത്ത്, അതായത് ഏകദേശം 11 കിലോമീറ്റർ മാത്രമാണുള്ളത്. അവിടുന്ന് ഒരു 11 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കാർല കേവ്സിലെത്താം. അപ്പോൾ ഈ കാർല കേവ്സിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു മലയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റെപ്സ് നമുക്ക് കയറാനുണ്ട്. അപ്പം സ്റ്റെപ്സ് കയറുന്ന വഴിയിൽ ഈ സൈഡിൽ 2 ഇടത്തും ഇങ്ങനെ കടകളാണ് കേട്ടോ, നിറയെ കടകളാണ്. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് ടൂറിസ്റ്റ് ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഛത്രപതി ശിവാജിയുടെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവിടെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ചെറിയ ചെറിയ ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമുക്കിവിടെ മേടിക്കാനായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എൻട്രി ഫീസ് 25 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗുഹ. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അത്രയും സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും, എല്ലാ സ്റ്റെപ്സും കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കയറി ഇപ്പോൾ എത്തും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, നല്ലതുപോലെ കുറേ സ്റ്റെപ്സ് കയറാനുണ്ട് മുകളിലോട്ട്. അപ്പോൾ ലോണാവലയ്ക്ക് അടുത്തുള്ള കാർലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഏയ് ജോനു നിന്നെയും കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുക. നിന്നെ എടുത്തോണ്ട് ഇത്ര സ്റ്റെപ്പ് കയറി, നീ ഇനി ഞങ്ങളെ അടുത്ത് നടക്കണം കേട്ടോ. പ്രായമാകുമ്പോൾ എന്ത് പറഞ്ഞു? ഓക്കേ. ഇന്ത്യൻ റോക്ക് കട്ട് ഗുഹകളുടെ ഒരു സമുച്ചയമാണ് ഈ കാർല ഗുഹ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബുദ്ധിസ്റ്റുകാരുടെ ഒരു മഹാചൈത്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുള്ളിലാണ് അടുക്ക് കാണുന്നതാണ് ഗ്രാൻഡ് ചൈത്യം എന്നറിയപ്പെടുന്നത്. ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഒന്നാണ് കാർല കേവ്സ്. അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധമാണ്. ബുദ്ധമത കേന്ദ്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും എന്നാൽ ചെറുതുമായ ഒന്നാണ് കാർല കേവ്സ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഇത്ര പ്രസിദ്ധമായത് എന്ന് ചോദിച്ചാൽ ഈ ഗ്രാൻഡ് ചൈത്യ തന്നെയാണ്. ഇതിനകത്ത് ഗുഹ പോലെയല്ലേ. ഭയങ്കര കേട്ടോ. ഇത് കണ്ടോ ഗൈസ്? അയ്യോ കണ്ണ് കാണുന്നില്ല കേട്ടോ, പക്ഷെ ഫോണിനകത്ത് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നേരിട്ട് അത്രയും സ്റ്റെപ്പ് എവിടെയാണെന്ന് കാണുന്നില്ല കേട്ടോ. തിരിച്ചെങ്ങനെ അറിയാം വരും ഫ്ലാഷ് ലൈറ്റ് ഇടാം. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് ഗുഹകൾ കാണാം. ഇത് ടോട്ടൽ 16 ഗുഹകളുണ്ട് കേട്ടോ. ഒന്നുമില്ലല്ലോ. ഇതാണ് വ്യൂ കേട്ടോ, ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. ഇത് ആ ഒരു ബെല്ല് കണ്ടോ? അപ്പം ഞാനത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കരിമ്പിൻ ജ്യൂസിൻ്റെ എല്ലാ സ്റ്റോറിലും ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ വഴിയിൽ വരുന്നിടത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പൂനെ, നമ്മുടെ കടക്വാസ്ല ലേക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൂനെയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലേക്കിന് അടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ നമുക്ക് ഒരു വാഷ്റൂം, നല്ല വിസ്താരമായിട്ടുള്ള വാഷ്റൂം, കൊള്ളാം കേട്ടോ, ക്ലീൻ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, സൂപ്പർ, ക്ലീൻ. ഹായ് ജനു, ഹായ്. TV ഇവിടെ എന്താ? ഇവിടെ ജസ്റ്റ് ഒരു ഡ്രസ്സിങ് റൂം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയും നമുക്ക് നോക്കാം. നമ്മുടെ കിച്ചണിൽ നമുക്ക് ഓവനുണ്ട്. ഇതുണ്ട് കേട്ടോ, ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ട്, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. പിന്നെ
ഇവിടെ ഹോള്. ഇത്രയാണ് നമുക്കുള്ളത്. ഒരു ബെഡ്റൂമാണുള്ളത്. അങ്ങനെ നമ്മൾ പൂനെ എത്തിയിരിക്കുകയാണ്. പൂനെ അങ്ങനെ ഇനി നമ്മൾ സിനഗഡ് ഫോർട്ടിലോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് നമ്മൾ ഫുഡ് കൊടുക്കണം. ഇവനിപ്പോൾ ഇങ്ങനെ തറയിട്ടിരുന്നാൽ ഓടിയാ മതി. ഹായ് ഗായ്സ്, നമ്മളിപ്പം വിൻഡോ ഈ കാർ നമ്മുടേതല്ല കേട്ടോ. നമ്മളിവിടെ ഒരാളുടെ നമ്മൾ റെൻറ്റിന് എടുത്തു. കാറിൻ്റെ സെറ്റിങ്സ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലേക്ക് കാണാൻ പോകും കേട്ടോ. നമ്മൾ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വിചാരിച്ച സിനഗഡ് ഫോർട്ടും കൂടെ കാണാമെന്ന്. പക്ഷേ അയ്യ, അതുകൊണ്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നിനി നമ്മൾ ലേക്ക് വ്യൂ ജസ്റ്റ് ഇത് കാണാൻ പോവാണ്. കാറിന് ചെറിയൊരു എടുത്തടിക്കുന്നുണ്ടോ? അതെ, ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് മാനുവൽ ഓടിക്കും പതുക്കെ. അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആദ്യം കാർ കയ്യിൽ നിന്നിട്ട് മൂണുണ്ട് കേട്ടോ. മൂൺ ഇങ്ങനെ ചെറിയ മൂണാട്ടോ. നമുക്ക് ലേക്ക് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് കടക്വാസ്ല ലേക്ക്. അപ്പോൾ ഇവിടെയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. മൂണാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ താഴെ കുറേ ബിൽഡിങ്സിൻ്റെ ലൈറ്റ്സാണ് നിങ്ങൾ കാണുന്നത്. ലേക്കിൻ്റെ റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. റോഡ് സൈഡിൽ നമുക്ക് ഇതുപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ നമ്മളൊരു ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.